വിശാൽ മെഗാ മാർട്ടും സുഡിയോയും തമ്മിലുള്ള ഒരു ടഫ് ആയിട്ടുള്ള ചലഞ്ച് ആട്ടോ. ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ സ്റ്റോഴ്സ് തമ്മിലുള്ള ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണം. നമ്മൾ വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ട്, സുഡിയോയിൽ ചെയ്തിട്ടുണ്ട്, മാക്സിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വിശാൽ മെഗാ മാർട്ടും സുഡിയോയും തമ്മിലുള്ള ഒരു ടഫ് ആയിട്ടുള്ള ചലഞ്ച് ആട്ടോ. 2500 റുപ്പീസിന് മാക്സിമം നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇത്തിരി എക്സൈറ്റ്മെന്റ് കൂടുതലാണ്, കാരണം ഇത്തിരി ടഫ് ആയിരിക്കും. രണ്ടും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലമാട്ടോ. ഓൾസോ അനന്തപുരം വീടിൻ്റെ അടുത്ത് നിന്നാണ് വിശാൽ മെഗാ മാർട്ട്. കുറച്ച് കിലോമീറ്റേഴ്സിന്റെ മാത്രം ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഒരു ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കാൻ പോണേ. ഓൾസോ ഞാൻ മിഷൻ 1 മില്യൻ്റെ പുറകെ ആട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 lakh സബ്സ്ക്രൈബേഴ്സ് കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കും ഗൈസ് 1 മില്യൺ. അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ. സോ ഗൈസ്, എക്സൈറ്റഡ്. 399 499 ഒക്കെ ആട്ടോ റേറ്റ് വരണ. നല്ല അഫോർഡബിൾ ആണേ. ഞാൻ ആദ്യമായിട്ടോ വിശാൽ മെഗാ മാർട്ടിൽ വരണേ. ബൈ 3 get 1 ഓഫർ ഉണ്ട് കേട്ടോ. അതൊക്കെ 199 രൂപയുടെയൊക്കെ ടീഷർട്ടാ. ഇത് ജസ്റ്റ് 3 എടുത്താൽ ഒരെണ്ണം ഫ്രീ കിട്ടും. നമുക്ക് വീട്ടിലിടാനൊക്കെ നല്ല ഓപ്ഷനാണ്. ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കണ ഈ ഒരു ടീഷർട്ട് നോക്കി, നല്ല ഭംഗിയില്ലേ കാണാൻ, അടിപൊളി. ഈ ഒരു ജീൻസിനില്ലേ 399 രൂപയുള്ളൂ കേട്ടോ, കൊള്ളാം. ഡ്രസ്സിനൊക്കെ ഇല്ലേ 499 699. ട്രെൻഡ്സിൽ കിടക്കണ ഡ്രസ്സൊക്കെ പോലത്തെ ആ മെറ്റീരിയലാണ് ഇത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അതേ കാർഗോ ഫിറ്റ് ജീൻസ്. ഈ ഒരു ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പോൾക്കാ ഡോട്ട് എൻ്റെ ഫേവറേറ്റ്. ഒരു ടോപ്പും ഞാൻ 599 മുകളിലേക്ക് കണ്ടിട്ടില്ല കേട്ടോ. 399 299 199. അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഡ്രസ്സൊക്കെ ആണെങ്കിലും 699 1000 എബവ് ഒന്നുമില്ല. പിന്നെ ഓഫേഴ്സും ഉണ്ട്. 2 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഫ്രീ. അങ്ങനത്തെ കുറേ ഓഫേഴ്സ് കേട്ടോ. കൊള്ളാം എന്തായാലും. ഈ ഒരു സെക്ഷൻ മുഴുവൻ കുർത്താസ് ആട്ടോ. ഇവൻ ഭയങ്കര എന്താ പറയണ, ഡാർക്ക് കളേഴ്സിനെക്കാളും കൂടുതലില്ലേ ന്യൂട്രലായിട്ടുള്ള മിനിമലായിട്ടുള്ള പ്രിൻസ് വരണ. ഇത് കണ്ടോ, എനിക്ക് ഈ ഒരു സെറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് വിത്ത് പാൻസ് വന്നിട്ട് 799. വിത്ത് ടോപ്പ് ആൻഡ് പാൻറ് 799 ഉള്ളൂ. കൊള്ളാം. ഇതും കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു കുർത്ത പാൻസ്. ഇതിൻ്റെ റേറ്റ് വരണത് 799. വീണ്ടും എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. 2500 റുപ്പീസിന് എനിക്ക് കുറേ ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ. കാരണം എല്ലാം നല്ല അഫോർഡബിളാണ്. 1000 എബവ് ഒന്നുമില്ല. ഇവൻ 999 പോലും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം ഔട്ട്ഫിറ്റ് ആക്കി എടുക്കാം. അതായത് ടോപ്പ്, പാൻസ്, അല്ലെങ്കിൽ ഡ്രസ്സ്, ഫുഡ് വെയർ, ബാഗ്, അങ്ങനെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ആക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റൈലിഷ് ആട്ടോ ഈ ഒരു ടോപ്പ്. ഉള്ളിലൊരു വേറൊരു ഷെയ്ഡ് എന്തെങ്കിലും ഇന്നറൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര രസം ഉണ്ടാവും കാണാനായിട്ട്. ഇവൻ കുറേ ന്യൂട്രൽ ഷെയ്ഡ് ഉണ്ട്, നോക്കി, നൈസ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഇതുപോലെ വേസ്റ്റ് കോട്ടിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്ന ടോപ്സ്. അതിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ബ്ലഷ് പിങ്ക്, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ബെയ്റ്റ് ഷെയ്ഡ്. ഓഹോ, ഇവൻ ബാക്കിൽ ഈ നോട്ട് ഡീറ്റെയിലിങ്ങും ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് കുർത്താസ് കേട്ടോ, നല്ല ഷെയ്ഡ് ഗ്രീൻ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി എത്നിക് വെയറിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇവൻ ഇത് കണ്ടോ, പാൻറ് ടോപ്പ് സെറ്റ്, ഓൾസോ കുർത്താസ് മാത്രമായിട്ട് ഷോർട്ട് ടോപ്സ്, ഫുൾ ഒരു എത്നിക് ടച്ചുള്ള ഐറ്റംസ് മുഴുവൻ ഈ ഒരു സൈഡിലുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, നല്ല ഇത്. പക്ഷെ എനിക്ക് എത്നിക് വെയറിനെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള കുറച്ചും കൂടി കളക്ഷൻസ് ഉണ്ട്. ഇതൊരു ഫെസ്റ്റീവ് വെയർ കുർത്ത സെറ്റ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു. ഈ കളർ ഓപ്ഷൻ കൊള്ളാം കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. സെയിം പാൻറ്റും ടോപ്പും ആ ഒരു സെയിം തന്നെ പ്രിന്റ് വരുന്നത്. പോക്കറ്റ്സ് ഉള്ള കുർത്ത കേട്ടോ, കണ്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ കിടക്കണ പിങ്ക്. ഞാനൊക്കെ കോളേജിൽ പഠിക്കാൻ നേരത്തില്ലേ ഓപ്ഷൻസ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കാരണം ട്രെൻഡിങ്ങും ആണ്. ഓൾസോ ഇല്ലേ നല്ല റേഞ്ച് ആട്ടോ, പ്രൈസ് റേഞ്ച് നല്ല. അതുകൊണ്ടിട്ട് നമുക്ക് ഒത്തിരി ഔട്ട്ഫിറ്റ്സ് ഒക്കെ മേടിച്ച് ഓരോ ദിവസം മാറിയൊക്കെ സ്റ്റൈൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഈവൻ ഷോർട്ട് കുർത്താസ് ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനുള്ള കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈവൻ സട്ടിലായിട്ടുള്ള ഷെയ്ഡ്സിൽ വന്നേക്കണത് കണ്ടോ, നല്ല സുഖം ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ കുറച്ച് ഓപ്പണൊക്കെ ചെയ്ത് സ്റ്റൈൽ ചെയ്തൊക്കെ ഇടുവാണെങ്കിലേ നമുക്ക് ഡെനിമിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഈ കളേഴ്സൊക്കെ. കൂടി ഇടുന്ന പൈജാമാസൊക്കെ ആട്ടോ. ജസ്റ്റ് 109 219
299 ഇതൊക്കെ ആട്ടോ പൈജാമാസിൻ്റെ റേറ്റ്. അപ്പോൾ അവിടെയുള്ള ഒരു 199 ടീഷർട്ടും കൂടി മേടിച്ച് നമ്മൾ വീട്ടിൽ കൂടി ഇടുകയാണെങ്കിൽ സോർട്ടഡ് ആട്ടോ. അത് നല്ല കംഫി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഈ ഗ്രേ ഒക്കെ ഭയങ്കര സോഫ്റ്റായി മെറ്റീരിയലൊക്കെ. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ഞാൻ ഓർത്തില്ലേ നമുക്കൊരു വെസ്റ്റേൺ എടുക്കാം, ഒരു എത്നിക് എടുക്കാം, അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലിടുന്ന ഓപ്ഷനും കൂടി നോക്കാം അല്ലേ. ഷോർട്സിനൊക്കെ 199 രൂപ കേട്ടോ. ഫുഡ് വെയർ ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇപ്പോഴത് കാണുന്നത്. ഫുഡ് വെയർ ഓപ്ഷൻ ഉണ്ട്, ഈവൻ ബാഗ്സ് ഉണ്ട് കേട്ടോ. ഇതാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിൻ്റെ സൈസ് കിട്ടിയില്ല എനിക്ക്. അവിടെ സൈസ് ഓപ്ഷൻസ് കുറവാണ്, കാരണം അത്രയും സെയിൽ നടക്കുന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഏകദേശം ബഡ്ജറ്റ് ഇല്ലേ, ഒരു 100 റുപ്പീസും കൂടി കൂടുതലുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും നോക്കാട്ടോ. ഇവിടെ കുറേ 99 ടീഷർട്ട്സ് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുറച്ചധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 99 ടീഷർട്ടാട്ടോ ലാസ്റ്റ് നമ്മുടെ എമൗണ്ട് കറക്റ്റ് ആക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ അതേ ഇത് കണ്ടോ, നിങ്ങൾ കൂട്ടിക്കോ 99, 299, 899, 599, 399, പിന്നെ ഒരു 199 കേട്ടോ. എല്ലാം കൂടി കൂട്ടി വന്നപ്പോൾ ലാസ്റ്റ് ഒരു 5-6 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2500 റുപ്പീസ് ചലഞ്ച് വിശാൽ മാർട്ടിൽ നിന്ന് വിൻ ചെയ്തു കേട്ടോ. ഈ ഒരു പിങ്ക് ഡ്രസ്സാട്ടോ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത്. ഇതിന് 899 ആണ് ഈ ഒരു റേറ്റ്. ആദ്യം ഞാൻ മീഡിയം സൈസ് എടുത്തു, ലൂസായിരുന്നു. എന്നിട്ട് സ്മോൾ എടുത്തപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആട്ടോ. പക്ഷെ ഇത് ഓക്കെ ഫിറ്റിങ്ങാ. ഇതാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്ത ഐറ്റം. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു യെല്ലോ കുർത്ത കേട്ടോ. ഇത് ഭംഗിയുണ്ട് കാണാനായിട്ട്. ചിലപ്പോൾ ഞാൻ ഇത് ചേഞ്ച് ചെയ്യും, കാരണം ഇത് കണ്ടോ കൈ നല്ല ടൈറ്റാണ്. അത് ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സ് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൊള്ളാം. ഒരു ലെഗിങ്ങിൻ്റെ കൂടെയോ ഇവനൊരു സ്ലിറ്റ് ഇട്ട പലാസോൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. വോഗൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവൻ ഈ കളറും നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇതാണ് പ്രശ്നം, ടൈറ്റാണ് കൈ. ഈ ഒരു ലുക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പിങ്ക് ടീഷർട്ടും ഈ ഒരു ട്രൗസേഴ്സും കൺഫേം ആണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ, കംഫി ആയിട്ടുണ്ട്. നല്ല ലൂസ് ടീഷർട്ട്. ഇനി ഇതും നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ട്രൗസേഴ്സ് അല്ല ഷോർട്സ്, നൈസ്. വീട്ടിൽ കൂടെയൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം ഒരു കംഫി ആയിട്ടുള്ള ഒരു പലാസോ പാൻസും ടീഷർട്ടും കേട്ടോ. ടീഷർട്ട് എനിക്കൊരു ഇത്തിരി ടൈറ്റാണ്. നമുക്ക് നോക്കാം ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതുണ്ടോ, പക്ഷേ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ബ്ലൂവും മസ്റ്റർഡ് എല്ലാം കൂടി. എനിക്കിങ്ങനെ വീട്ടിൽ കൂടി ഇങ്ങനെ ടൈറ്റ് സാധനങ്ങളിലൊന്നും ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇതെടുക്കാം, പലാസോ നല്ല കംഫിയാണ്. നമ്മൾ വിശാലിൽ നിന്നുള്ള 2500 റുപ്പീസ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സുഡിയോയിൽ പോവാണ്. സുഡിയോന്ന് നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് കിട്ടണേന്ന് നോക്കാം. ഇവിടെ കുറേ ഇല്ലേ വീട്ടിലിടാനുള്ള ഓപ്ഷൻസും അങ്ങനത്തെ കുറേ അടിപൊളി ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓവർ സൈസ്ഡ് ടീഷർട്ട് ആണെങ്കിൽ എനിക്ക് നല്ലൊരെണ്ണം കിട്ടി. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് സുഡിയോയിൽ പോയി നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു എമൗണ്ടിന് കിട്ടണേന്ന് നോക്കാം. ദേ കുറേ നാൾ കൂടി അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ വന്നു കേട്ടോ. ഇവർ കളക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. നേരത്തെ കയറി വരുമ്പോൾ തന്നെ വുമൺ കളക്ഷൻ ആയിരുന്നു, ഇപ്പോൾ മെൻസ് കളക്ഷൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ കൊള്ളാട്ടോ, നമുക്ക് നോക്കാം ഓരോ കളക്ഷൻ, ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. പാൻസിൻ്റെ ഒത്തിരി നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പലാസോ ടൈപ്പ് ട്രൗസേഴ്സ്, വെന്തേത് കണ്ടോ ഇങ്ങനെ ക്രംബിളാക്കിയിട്ടുള്ള, എന്ത് പറയുമല്ലോ ഇതിന്, എന്തോ പറയൂട്ടോ ഈ പേര്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈ ബിൽറ്റ് ഇൻ ബ്രാ ടോപ്പ്. വീട്ടിൽ കൂടെയൊക്കെ ഇടാനായിട്ട് നമുക്ക് എപ്പോഴും ബ്രായൊന്നും ഇട്ട് കിടക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ലല്ലേ വീട്ടിൽ കൂടി. അപ്പോൾ അത് ഇങ്ങനത്തെ ഉള്ളിൽ പാരഡായിട്ടുള്ള ടോപ്സ് ഭയങ്കര നല്ലതാണ്. കുറേ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഏതെടുക്കണമെന്ന് ഡൗട്ട് ആവണം, അത്രയും കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എപ്പോഴും കാണുന്ന സ്റ്റൈലിലുള്ള സംഭവങ്ങളാട്ടോ. ഇതിൻ്റെ കൂടെ ബെൽറ്റും വരുന്നുണ്ട്. വേണ്ട സ്റ്റൈൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതും അതുപോലെ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് പാറ്റേൺസ് ഒക്കെ എപ്പോഴും കാണുന്ന പാറ്റേൺസാണ്. നമുക്ക് എന്തെങ്കിലും വെറൈറ്റി കിട്ടുമോ നോക്കാം ഇപ്രാവശ്യം. നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ബോഹോ ഐറ്റംസ് എന്തോരം ഇഷ്ടമാണെന്നുള്ളത്. അതുപോലെ തന്നെ കിഡ്ലനൊരു ഷ്രഗ് കണ്ടപ്പോൾ ഞാൻ ഒന്ന് സ്റ്റക്കായിട്ടോ. നോക്കി ഇതിൻ്റെ ഫ്രിഞ്ചസ് നോക്കി, ചേടാ കൊള്ളാം, നൈസ്. നല്ല കളറല്ലേ, നല്ല കോമ്പിനേഷൻ. ഈ ഒരു ടീലും മസ്റ്റർഡ് യെല്ലോവും ആ ഒരു പീച്ചും എല്ലാം കൂടി കിഡ്ലൻ കോമ്പിനേഷൻ. സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നോക്കി ഇത് 899 ഐറ്റം 299 ഉള്ളൂ. കൊള്ളാം, ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ. ഇത് എടുത്തോരണം എന്തായാലും. നല്ല പാൻസ് കേട്ടോ, എയർപോർട്ട് വെയർ ആയിട്ട് അടിപൊളിയാണേ. ഞാൻ ഇതിന് മുന്നേ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടില്ലേ ഒരു ഗ്രീൻ എടുത്തിട്ടുണ്ടായിരുന്നു, കോട്ട് സെറ്റ് പോലെ. അത് രണ്ടും ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. എയർപോർട്ടിൽ ഇടാൻ വേണ്ടി ഈ ഒരു മെറ്റീരിയൽ ഇല്ലേ ഭയങ്കര കംഫി. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫ്ലീസ് ഉണ്ട്. അതുകൊണ്ടാട്ടോ അത്രയും നമുക്കൊരു വാം ഫീൽ ചെയ്യണേ. ഇത് കണ്ടോ ഫ്ലീസ് ഉണ്ട്. ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടെടുക്കുവേ.
എപ്പോഴും ഇല്ലേ ഒരു സ്റ്റോറിലെ ബെസ്റ്റ് പീസ് മാനിക്യൂണിലുണ്ടാവും. അതുപോലെ ഇവിടെ ഉള്ള ബെസ്റ്റ് പീസുകളെല്ലാം ഇല്ലേ മാനിക്യൂണിൽ കിടപ്പുണ്ട് കേട്ടോ. മാനിക്യൂൺ ഇട്ടേക്കണ ഒരു സെയിം പാൻസ് എൻ്റെ കയ്യിരിക്കുന്നത് കൊള്ളാട്ടോ. നല്ല പാൻസാണേ, നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് ഒത്തിരി ടോപ്സിൻ്റെ ഇതിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവൻ ഈ ഗ്രേയുടെ കൂടെ ഇല്ലേ ഗ്രേറ്റ് ഓപ്ഷൻ ആട്ടോ, പിങ്ക് സെയിം തന്നെ ഇവിടെ മാനിക്യൂറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ ഈ ഗ്രേയുടെ കൂടെ ദിസ് സ്വെറ്റർ ഇസ് ഓൾസോ നൈസ്. രണ്ടും ഗ്രേ വന്നിട്ട് ആ ഒരു പിങ്ക് ഡീറ്റെയിലിങ് നെക്കിൽ വരാൻ നേരത്തില്ലേ, അതും ഒരു ക്ലാസ് ലുക്ക് വരും. 2026 ഹിറ്റ് ആവാൻ പോണ ഒരു ജീൻസ് ആട്ടോ ഇത്. ബാരൽ ജീൻസ് ആണേ. ഇത് കണ്ടോ, ഈ ഒരു കട്ടിങ് ഉണ്ടാവും എപ്പോഴും, ഒരു ചിറക് വന്ന പോലെ ഇരിക്കും നമ്മൾ ഇട്ട് ചെയ്യാൻ നേരത്ത് കാലിൽ കണ്ടോ. ഈ ഒരു വിട്ട് ഉണ്ടാകും, ഈ നീടെ അവിടെ കൊണ്ട് ഒരു വിട്ട് ഉണ്ടാവും കേട്ടോ ഈ ബാരൽ ജീൻസിന്. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവനൊരു ടൈറ്റ് ഷർട്ട്സ് വരില്ലേ, നമ്മുടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള വിൻറ്റേജ് ഷർട്ട്സിൻ്റെ കൂടെ ഭയങ്കര ഭംഗി ഇത് കാണാൻ. സുഡിയോയുടെ ലൗഞ്ച് വെയർ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് 2-3-4 സെറ്റ് ഉണ്ട്. ഇത് നമുക്കിങ്ങനെ സ്റ്റൈൽ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓൾറെഡി പീസുകളായിട്ട് വന്നിട്ടുണ്ടാവും കണ്ടോ, സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ മാച്ചിങ് ആയിട്ട് സെറ്റായിട്ട് വരണതുകൊണ്ട് അതും നമുക്ക് ഈസിയാണ്. ഈ ടോപ്പ് എനിക്കിഷ്ടമായിട്ടോ, ഒരു അസമെട്രിക് സ്റ്റൈൽ. ഇത് കണ്ടോ, മീഡിയം ഉണ്ടാവില്ല എനിക്കറിയാം, ഇല്ല മീഡിയം ഇല്ല, ഉണ്ട് ഒരു പീസ് ഉണ്ട് മീഡിയം. ഓൾറെഡി സാറയുടെ ഒരു ഷർട്ട് എനിക്ക് ഈ സെയിം ഉണ്ട് കേട്ടോ. സെയിം അല്ല, ബ്ലാക്ക് ഉണ്ട്. പക്ഷെ നല്ല പീസാട്ടോ ഇത്. നമുക്കൊരു ഫോമൽ സെമി ഫോമൽ ഒക്കേഷനൊക്കെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. സൈസില്ല ഗൈസ്, സൈസില്ല, ഞാൻ ആലോചിച്ചേ ഉള്ളൂ, സൈസില്ല. ഇത് ഈ ഒരു സെയിം ഷ്രഗ് എനിക്കുണ്ട് കേട്ടോ, ഭയങ്കര രസമാണ് സുഡിയോയിലെ ഷ്രഗ്സ്. ഇതുണ്ട, പക്ഷെ ഇത് ഇത്തിരി അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതും ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കുറച്ചധികം പീസും എടുത്തുകൊണ്ടെന്ന് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കയ്യും കാലൊക്കെ വേണ്ടി എടുത്തിട്ട് എനിക്ക് 2 സ്റ്റോർ നടന്നപ്പോൾ തന്നെ എൻ്റെ ഫുൾ പവറും തീർന്നു. ഇനി ചാർജിന് കുത്തിയിടണം. ഇതൊരാശ്വാസം. നമ്മൾ കിട്ടിയ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ട്രയൽ റൂമിലോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എല്ലാം ദേ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് നോക്കാം. കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് സെമി ഫോമലിൻ്റെ കളക്ഷൻ ഇപ്രാവശ്യം കൂടുതലാട്ടോ. പക്ഷെ ഞാൻ കിട്ടിയതൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബിൽറ്റിൻ ബ്രാ ടോപ്പ് ഞാൻ എന്തായാലും എടുക്കണ്ട കേട്ടോ. കാരണം ഇത് വീട്ടിലിടാൻ വേണ്ടി ഭയങ്കര സുഖമാണ്. കാരണം ബ്രൈഡുണ്ട, ഇതിൽ ഓൾറെഡി പാരഡ് ആയതുകൊണ്ടിട്ട്. അപ്പം അതുകൊണ്ട് ഈ ടോപ്പ് എന്തായാലും ഞാൻ എടുക്കണ്ട കേട്ടോ. എനിക്കൊരു ടോപ്പും ഈ ഒരു പാൻസും കൂടിയുള്ള സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നിങ്ങളെന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ ഞാൻ എന്താണ് വൈഡ് നെക്ക് ഇടണേന്നുള്ളത്. ഇത് കണ്ടോ, ഞാൻ ഷോർട്ട് നെക്ക് ഇട്ട് കഴിഞ്ഞില്ല എൻ്റെ അപ്പർ ബോഡി ഭയങ്കര ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വൈഡ് നെക്കും ലോങ് സ്ലീവ്സും ഓപ്റ്റ് ചെയ്യണത്. ഇത് കണ്ടോ, അപ്പർ ബോഡി ഭയങ്കര ഹെവി ആയില്ലേ. പക്ഷെ പാൻസ് അടിപൊളി, പാൻസ് നല്ല കംഫി ആട്ടോ. ഈ ഒരു പാൻസും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു ടോപ്പില്ലേ, ഈ ടോപ്പാണ് നമ്മൾ എടുക്കുന്ന. ഇത് രണ്ടും കേട്ടോ. എനിക്ക് വേറെ ഒന്നും ഫിറ്റിങ് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഭയങ്കര കട്ടിയാട്ടോ. അത് വിട്ടിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും നമ്മൾ എടുക്കണം. അങ്ങനെ സ്റ്റുഡിയോയിലെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു ബിൽറ്റിൻ ബ്രാ ടോപ്പ് എടുത്തു. ഇതിന് 499 ആണ് ആയത്. പിന്നെ അതെ ഈ ഒരു ലൗഞ്ച് വെയർ പാൻസ് എടുത്തു കേട്ടോ. ഇതിനും അതെ 499 ആണ് ആയത്. പിന്നെ എടുത്തത് ഈ ഒരു അസമെട്രിക്കൽ ടോപ്പാട്ടോ. ഈ ടോപ്പിന് ആയത് 599. പിന്നെ നമ്മൾ ഈ ട്രൗസേഴ്സ് എടുത്തത്, ട്രൗസേഴ്സിന് 899 കേട്ടോ. അപ്പോൾ ടോട്ടൽ 2496. ഇവിടുത്തെ ഞാൻ ബഡ്ജറ്റിൽ ഷോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ വിശാൽ മാർട്ടിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഒരു 3 രൂപ 4 രൂപ വ്യത്യാസം കേട്ടോ അവിടെ നിന്നും പർച്ചേസ് ചെയ്തത്. ഇവിടെ നിന്നും അതെ. ചലഞ്ചിൽ ഏതാണ് വിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി വിശാൽ മാർട്ടാണ്. കാരണം ആ ഒരു എമൗണ്ടിന് നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റി. ഇവിടെ ആ കൂടി 4 ഐറ്റം ആട്ടോ കിട്ടിയത്. പക്ഷെ ഫിറ്റിങ്ങിൻ്റെയും ആ ഒരു ഭംഗിയുടെയും സ്റ്റൈലിൻ്റെയും കാര്യത്തിൽ സുഡിയോ തന്നെയാണ് ബെസ്റ്റ്. കാരണം ഫിറ്റിംഗ് അടിപൊളിയാണ്, സ്റ്റൈൽ അടിപൊളിയാണ്. നമുക്ക് കുറേ ആക്സറീസൊക്കെ ഇട്ട് സ്റ്റൈലി ആണെങ്കിലും ഇതാണ് ഓപ്ഷൻസ് നല്ലത്. ഒബ്വിയസ്ലി വിൻ ചെയ്ത വിശാൽ മാർട്ട്. പക്ഷേ ഫിറ്റിങ്ങും സ്റ്റൈലും സുഡിയോ. ടയറിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം 2 സ്ഥലത്തും കൂടി ഇത്രയും ബഡ്ജറ്റിന് ഷോപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ പവർ ഫുൾ കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഫണ്ണായിരുന്നു, ഒരു ചലഞ്ച് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഇല്ലേ, ഏത് ഐറ്റം എടുക്കണം, എങ്ങനത്തെ ഐറ്റം എടുക്കണം, ഫിറ്റിങ് നല്ലതായിരിക്കുമോ, ഇട്ട് നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ
സ്റ്റുഡിയോയിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. കാരണം ഫിറ്റിംഗ് അങ്ങനെ നോക്കണ്ട. അതുകൊണ്ടിട്ട് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇത് ഇട്ട ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ വിശാൽ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിട്ട് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞാൻ ഈ ഒരു സീരീസ് ശരിക്കും എൻജോയ് ചെയ്തിട്ടോ. ഈ നെക്സ്റ്റ് ഷോപ്പ് ഏതാ വേണ്ടതെന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡിയോ വെബ്സൈറ്റോ അല്ലെങ്കിൽ ട്രെൻഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓവറോൾ ഇതാണ് നമ്മൾ വിശാലിൽ നിന്ന് മേടിച്ച എമൗണ്ട്. ഇതാണ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച എമൗണ്ട് കേട്ടോ. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.